കഴിഞ്ഞ ജനുവരി 23-ന് വിവാഹിതരായ സീറോ ഫൗണ്ടേഷൻ സ്ഥാപകനായ നാസർ ബന്ധുവിനും നസീബയ്ക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നു. നാസറിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായ ചക്ലയിലെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. ഹൗറയിൽ നിന്നും 57 കിലോമീറ്ററും ജില്ലാ തലസ്ഥാനവും അടുത്ത പട്ടണവുമായ ബറാസത്തിൽ നിന്നും 28 കിലോമീറ്ററും ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ഗുമയിൽ നിന്നും 12 കിലോമീറ്ററുമാണ് ചക്ലയിലേക്കുള്ള ദൂരം. 2011 സെൻസസ് പ്രകാരം കേവലം 510 വീടുകൾ മാത്രമുള്ള ഇവിടുത്തെ ജനസംഖ്യ 2269 മാത്രമാണ്. എന്നാൽ ഈ കണക്കുകൾ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് എന്ന് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാകും. 81% വിദ്യാഭ്യാസ നിരക്ക്. ജനസംഖ്യയിൽ 38% ഷെഡ്യൂൾഡ് കാസ്റ്റും 1% താഴെ ഷെഡ്യൂൾഡ് ട്രൈബുമാണ്. ചക്ല സ്ഥിതി ചെയ്യുന്ന ബറാസത്ത് ജില്ലയിൽ 87% പേർ ഹിന്ദുക്കളും 12% പേർ മുസ്ലിംകളുമാണ്. നെല്ല്, ഗോതമ്പ്, കടുക് എന്നിവയാണ് പ്രധാന വിളകൾ. എങ്കിലും വിവിധ തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. ചക്ല പ്രധാനമായും അറിയപ്പെടുന്നത് ബാബ ലോക്നാഥ് എന്ന ഗുരുവിൻ്റെ പേരിലാണ്. ഇവിടെയുള്ള ലോക്നാഥ് ക്ഷേത്രം കൽക്കട്ടയിലെ കാളിഘട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 1730 ജന്മാഷ്ടമി നാളിൽ ചക്ലയിലെ ഒരു ബ്രാഹ്മിൺ കുടുംബത്തിലാണ് ബാബ ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നത്. 11-ാം വയസ്സിൽ തൻ്റെ ഗുരുവിനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ലോക്നാഥ് 25 വർഷത്തോളം കാടിനുള്ളിൽ കഠിനമായ യോഗ അഭ്യസിച്ചു. 90-ാമത്തെ വയസ്സിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ച അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, ഇസ്രായേൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു. 136-ാമത്തെ വയസ്സിൽ ഡാക്കയ്ക്കടുത്ത് സ്വയം ആശ്രമം സ്ഥാപിച്ച അദ്ദേഹം തൻ്റെ അടുത്തു വരുന്നവരിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. സ്നേഹവും വിശ്വാസവും ഉപദേശിച്ച ബാബ 1890 അനേകം വിശ്വാസികളുടെ മുമ്പിൽ 160-ാമത്തെ വയസ്സിൽ തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞുവെന്നാണ് വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകൾ ചിമ്മി കാണാത്ത ബാബ തൻ്റെ മരണത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും ആദരിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവചിച്ചിരുന്നു അത്രേ. ശിവൻ്റെ പ്രതീകമായാണ് ബാബ ലോകനാഥിനെ വിശ്വാസികൾ കണക്കാക്കപ്പെടുന്നത്. പാർത്ഥോയുടെ ബ്രേക്ക്ഫാസ്റ്റോടു കൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പാർത്ഥോയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിങ്കിയുടെ നേതൃത്വത്തിൽ സ്വന്തമായി ബംഗാളി ഭക്ഷണം പാകം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ബംഗാളി രീതിയിലുള്ള സബ്ജിയും പരിപ്പും മീൻകറിയും മീൻ വറുത്തതും പിന്നെ പപ്പടം ചേർത്ത് കഴിക്കേണ്ട കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു മധുര പലഹാരവുമാണ് വിഭവങ്ങൾ. രാധാകൃഷ്ണൻ സാർ സ്വയമായി പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ മനസ്സിലായോ? എഞ്ചിനീയറായ ഷാജഹാൻ ചില്ലറക്കാരനല്ല. കോവിഡിനോട് അനുബന്ധിച്ച ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ഉന്തുവണ്ടിയിൽ 50-ൽ പരം രുചിഭേദങ്ങളിൽ കൊല്ലം പട്ടണത്തിൽ ചായ വിൽക്കുന്ന 3 യുവാക്കളെ പറ്റി ഈയിടെ നിങ്ങൾ മാധ്യമങ്ങളിൽ വായിച്ചു കാണുമല്ലോ. ആ മൂവരിൽ ഒരാളാണ് ഷാജഹാൻ. വിറകടുപ്പിലാണ് പാചകം. മീൻ വറുത്തതിന് ശേഷമാണ് ഇവിടുത്തുകാർ കറി ഉണ്ടാക്കുന്നത്. ചിലരൊക്കെ കുക്കിങ്ങിനിടയിൽ പിങ്കിയിൽ നിന്നും ബംഗാളി പഠിക്കുന്നുണ്ട്. രഹാന ആസ്വദിച്ചാണ് കറി കരിയുന്നത്. ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്തു. ഉരുളക്കിഴങ്ങും പാലക് ചീരയും പരിപ്പും എല്ലാം ഇവിടുത്തെ സാധാരണക്കാരുടെ നിത്യേനയുള്ള ഭക്ഷണക്രമമാണ്. കടുകെണ്ണയാണ് ഇവർ കൂടുതലായും ഉപയോഗിക്കുന്നത്. ഏത് ബംഗാളി സദ്യയിലും ആദ്യം വിളമ്പുന്ന വിഭവമാണ് ബേഗൺ ഫ്രൈ. ഇത് വഴുതനങ്ങ കടലമാവിൽ മുക്കി വറുത്തെടുത്തതാണ്. അങ്ങനെ ചോറും പാകമായി. ഇനി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക എന്ന ചടങ്ങാണ്. ബംഗാളികൾ എല്ലാ കറികളും ഒരുമിച്ച് വിളമ്പാറില്ല. ആദ്യം ബൈഗൺ ഫ്രൈ, പിന്നെ ഡാളും പച്ചക്കറികളും, അതിനുശേഷം മത്സ്യവും മാംസവും, അവസാനം മധുരവും. ഇതാണ് ഇവിടുത്തെ രീതി. ഏതായാലും ഞങ്ങളും കൂടി ഭാഗമായി ഈ സദ്യ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണത്തിന് ശേഷമുള്ള ചെറിയ വിശ്രമത്തിന് ശേഷം ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണുവാനായി ഞങ്ങൾ ഇറങ്ങി. ഇത് ഇവിടെയുള്ള വളരെ പഴക്കം ചെന്ന ഒരു വീടാണ്. ഇപ്പോഴും താമസക്കാരുണ്ട് ഇവിടെ. മരങ്ങളിലൊക്കെ ചാണകക്കട്ടകൾ ഉണങ്ങാനായി വെച്ചിരിക്കുന്നത് കാണാം. ഇതൊരു ദാസ് പടയാണ്, അതായത് ദാസ് ടൈറ്റിൽ ഉള്ളവരാണ് ഇവിടെ അധികവും. പാടങ്ങൾ നിറയെ കടുക് ചെടികൾ പൂത്തു നിൽക്കുകയാണ്. പയർ, കാബേജ്, ഉള്ളി, വാഴ തുടങ്ങിയ മറ്റു പല കൃഷികളുമുണ്ട്. ചിലരൊക്കെ പാടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് UP സ്കൂളാണ്.
സതി എന്ന ദുരാചാരം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. ഇത് സതി നടന്നിരുന്നു എന്ന് കരുതപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇത് ഒരു ക്ഷേത്രവും ശവദാഹം നടക്കുന്ന സ്ഥലവുമാണ്. 1829 സതി നിരോധിച്ചുകൊണ്ട് നിയമം പ്രാബല്യത്തിലായെങ്കിലും 1987 വരെ സതി നിലനിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. നാസർ ബന്ധു ആദ്യകാലത്ത് തുടങ്ങിയ ഒരു ചായക്കടയാണ്. പിന്നീട് ഈ കവല ബന്ധുമുക്ക് എന്നർത്ഥം വരുന്ന ബന്ധുമോഡ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. വളരെ പഴയ ഗ്രാമഫോൺ, ടെലിഫോൺസ്, റാന്തൽ വിളക്കുകൾ തുടങ്ങിയവയാൽ അലങ്കൃതമാണ് ഈ ചായക്കട. ഇന്നും ആളുകൾ കുശലൻ പറയാൻ ഇവിടെ കൂടാറുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നും നാളെയും ഞങ്ങൾ ചക്ലയിലാണ്. നാളത്തെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ടൗണിലെ റോഡിൽ വെട്ടിയിട്ടിരിക്കുന്ന ഒരു മരക്കഷണം ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുകയാണിവർ. തികച്ചും പ്രാദേശികമായ ബുദ്ധിപരമായ ശ്രമം. ബംഗാളിലെ ഏലം വിളികൾ ഒക്കെ നടത്തിയാണ് അവർ ഈ ശ്രമം നടത്തുന്നത്. ചക്ല പോലെയുള്ള ചെറിയ പട്ടണങ്ങളിൽ ബസ് സർവീസ് ഇല്ല. പകരം ഇത്തരം ചെറിയ വാഹനങ്ങളാണ് പബ്ലിക് ട്രാൻസ്പോർട്ടായി ഉപയോഗിക്കുന്നത്. ടാറ്റായുടെ ഈ വാഹനം മാജിക് വാൻ എന്ന് വിളിക്കപ്പെടുന്നു. ബറാസത്ത് പോലുള്ള നഗരങ്ങളിൽ നിന്നും ചക്ലയിലേക്ക് ഇവ യാത്രക്കാരെ കൊണ്ടുപോകുന്നു. 14 ആളുകളാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതാണ് ടുക് ടുക്. ഓട്ടോറിക്ഷയുടെ ഒരു ഇലക്ട്രിക് വേർഷനാണിത്. 5 മുതൽ 6 പേരെ വരെ വഹിക്കുന്ന ഈ വാഹനത്തിന് ലൈസൻസ് വേണ്ട എന്നതാണ് പ്രത്യേകത. 25 കിലോമീറ്റർ/മണിക്കൂർ, അതാണ് ഇതിൻ്റെ പരമാവധി വേഗത. ഇത് സാധാരണ ഓട്ടോറിക്ഷയാണ്, പക്ഷേ CNGയിലാണ് ഓടുന്നതെന്ന് മാത്രം. 8 മുതൽ 10 വരെ ആളുകൾക്ക് ഇതിൽ യാത്ര ചെയ്യാം. ഇതാണ് ഏറ്റവും പോപ്പുലറായ മെഷീൻ വാൻ. ബൈക്കിൻ്റെ ഹാൻഡിലും പെട്രോൾ ടാങ്കും ഒക്കെ ഉള്ള ഒരു ഉന്തുവണ്ടി മോട്ടോറിൻ്റെ സഹായത്തോടെ ഓടുന്നു. ചിലതിനൊക്കെ ഗിയർ പോലുമുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഈ വാഹനത്തിനാണ് യാത്ര ചെയ്തിരുന്നത്. ഏറ്റവും രസകരമായ ഒരു വസ്തുത ഇവയൊക്കെ ബസ് സ്റ്റാൻഡിലെ പോലെ ടൈമിംഗ് വെച്ചാണ് സർവീസ് നടത്തുന്നത് എന്നതാണ്. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇവയെ വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിച്ച് വിപണനം നടത്തുന്ന ഒരു ഫാമിലാണ് ഞങ്ങളിപ്പോൾ. കാരിയെന്നോ മുഷിയെന്നോ ഒക്കെ പറയുന്ന മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. പല പ്രായത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വെവ്വേറെ ടാങ്കുകളിലാണ് പരിപാലിക്കുന്നത്. 1,00,000-ലധികം കുഞ്ഞുങ്ങളാണ് ഓരോ ടാങ്കിലും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കയറ്റി അയക്കാറുണ്ട്. കഹാർപട എന്ന ഗ്രാമത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ചെറിയ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ക്ഷേത്രം സങ്കല്പിക്കാൻ കൂടി കഴിയുമോ? ഇന്ന് വിളവെടുത്ത റാഡിഷ് വിപണിയിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. വീടിന് മുമ്പിലുള്ള ഈ കുളമാണ് ഇവരുടെ പ്രധാന ജലസ്രോതസ്. പപ്പായ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നൊരു പ്രദേശമാണ് ചക്ല. ബംഗാളികളുടെ ഇടയിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമാണ് പപ്പായ. കബാബ് പോലെ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന ഇവയെല്ലാം ചാണകത്തിരികളാണ്. ഉണങ്ങിയ ചോളത്തിൻ്റെ വിറകുകൾ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇതാണ് ഒരു പ്രധാന ഇന്ധനം. കഹാർപടയിലെ ഒരു ശ്മശാനത്തിൽ സീറോ ഫൗണ്ടേഷൻ്റെ പേരിൽ ഞങ്ങളും നട്ടു കുറേ തെങ്ങിൻ വിത്തുകൾ. ശ്മശാനവും വെയിറ്റിംഗ് ഹാളും എല്ലാം കൂടിയ വലിയൊരു സ്ഥലമാണിത്. ചുറ്റും കൃഷി സ്ഥലങ്ങളാണ്. ഇത് കഹാർപട എന്നുള്ള ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള കഹാർ ജാതിക്കാർ താമസിക്കുന്ന ഗ്രാമമാണ്. അവരുടെ ശ്മശാനം പരമ്പരാഗതമായ ശ്മശാനമായിരുന്നു. ഇപ്പോൾ സർക്കാർ ഫണ്ട് നൽകിയിട്ട് തൊഴിലുറപ്പിൻ്റെ കീഴിൽ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവരത് ഇവിടെ പ്ലാറ്റ്ഫോം, വെയിറ്റിംഗ് ഹാള്, അമ്പലം, പാത അങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സീറോ ഫൗണ്ടേഷൻ ഇവിടെയുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ 45ഓളം SHG ഉള്ളതിനകത്ത് ഒരു 10 ഈ ഗ്രാമത്തിലാണ് ഉള്ളത്. ഇവിടുത്തെ ചേച്ചിമാർ പലരും നമ്മുടെ അവിടെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതും മാല വിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചേച്ചിമാരാണ്. അത് വളരും. ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉറപ്പാണ്. മെയിൻറ്റെയിൻ ചെയ്ത് അതിന് ഇവർക്കൊരു ശ്മശാനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ബംഗാൾ യാത്രയിലെ നായകന്മാർ ആക്ഷനിലാണ്. ഗ്രാമത്തിലെ ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നും എത്തിയ ക്രിക്കറ്റ് കളിക്കാരുടെ പ്രകടനം ആകാംക്ഷയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികളുമായി ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് മടക്കമായി. പീർ ഗൊറാചന്ദ് എന്ന് വിളിപ്പേരുള്ള സെയ്ദ് അബ്ബാസ് അലി എന്ന 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അറബ് ഇസ്ലാമിക് മതപ്രചാരകൻ്റെ ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദർഗയാണിത്. വെസ്റ്റ് ബംഗാളിലെ ഹഡ്വ എന്ന സ്ഥലത്ത് വിദ്യാധരി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെക്കയിൽ ജനിച്ച സെയ്ദ് അലി
12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനായി ബംഗാളിലെത്തിയത്. അന്നത്തെ രാജാവായിരുന്ന ചന്ദ്രകേതുവിൻ്റെ ഉത്തരവാൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഗൗഡയിലെ സുൽത്താനാണ് ഈ ശവകുടീരം സംരക്ഷിക്കുന്നതിനുള്ള ചെലവുകൾ നൽകിയത്. ഹൗഡ എന്ന പേര് ബംഗാളി വാക്കായ അസ്ഥികളെ സൂചിപ്പിക്കുന്നു. ഇവിടെ കബറടക്കിയിരിക്കുന്ന ഗൊറാചന്ദിൻ്റെ അസ്ഥികളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വാസികൾ കരുതുന്നു. എല്ലാ മതങ്ങളും ഒരുപോലെ കരുതിയിരുന്ന പീർ ഗൊറാചന്ദിൻ്റെ ഈ കബറം പിന്നീട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ നടുമുറ്റത്ത് കവാലി നടക്കാറുണ്ട്. ഈ മസറിന് ചുറ്റുമായി അനേകം കടകളും റെസ്റ്റോറൻറ്റ്സും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ന് ക്രിസ്മസ് ആണ്. ആഘോഷങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു ക്രിസ്മസ് കടന്നു പോകുന്നു. എങ്കിലും ഈ ഗ്രാമങ്ങൾ തരുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നാളെ കൽക്കട്ടയിലേക്കും പിന്നെ ശാന്തിനികേതനുമാണ് ലക്ഷ്യം. കാഴ്ചകൾക്കായി കാത്തിരിക്കുക.